ഒരു ഗ്രാമത്തിലൊരു സന്യാസി ഉണ്ടായിരുന്നു. ഒരു പുഴയുടെ വക്കത്ത് താമസിക്കുന്ന സന്യാസി. അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ വേണ്ടി ഈ സന്യാസിയുടെ അടുത്താണ് പോവുക. അങ്ങനെ ഒരിക്കലും ഒരു വലിയൊരു ബിസിനസ്മാൻ ഒരു ബോട്ടിൽ കയറി ഈ സന്യാസിയുടെ അടുത്ത് പോവുകയാണ് തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി. അവിടെ പോയി കഴിഞ്ഞ് ഈ സന്യാസിനോട് പറയും, എനിക്കിങ്ങനെ ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു പരിഹാരം പറഞ്ഞു തരാൻ പറയും. അപ്പോൾ ആ സന്യാസി പറയും, അതാ നിങ്ങൾ വന്ന ബോട്ട് ഇപ്പോൾ പോകുന്നേ ഉള്ളൂ, നിങ്ങൾ പോയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വരാൻ പറയും. അങ്ങനെ ഇയാൾ പോയി ആ പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവരുമ്പോൾ അതൊരു ചെളിയായിരിക്കും, മൊത്തത്തിൽ അങ്ങ് കലങ്ങിയ ഒരു ചെളി വെള്ളം. അപ്പോൾ അദ്ദേഹം പറയും, ഈ വെള്ളം വേണ്ട, എനിക്ക് നല്ല വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇയാൾ പോയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വരും. പക്ഷേ അതിലും ചെളി അങ്ങ് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ കലക്ക് മാറി കാണില്ല. വീണ്ടും ഈ സന്യാസി പറയും, ഇതും വേണ്ട, എനിക്ക് തെളിഞ്ഞ വെള്ളമാണ് വേണ്ടതെന്ന്. ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ആള് വീണ്ടും പോയിട്ട് നല്ല തെളിഞ്ഞ വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ സന്യാസി പറയും, ഈ തെളിഞ്ഞ വെള്ളം പോലെയാണ് നമ്മുടെ മനസ്സ്, ആ ബോട്ട് പോലെയാണ് നമ്മുടെ സ്ട്രെസ്സ്. ഒരു ഡിസ്റ്റർബൻസ് വരുമ്പോഴത്തേക്കും ആ സ്ട്രെസ്സ് കൂടുകയും നമ്മുടെ മനസ്സ് അങ്ങ് കലങ്ങിയിരിക്കുകയും ചെയ്യും. ആ സമയത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക എന്താണെന്നറിയോ? വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്താൽ മാത്രമേ മനസ്സ് കാമാവുകയുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഇത് ബാധകമാണ്. ഹാപ്പി മോർണിംഗ്.